ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ വചന ശുശ്രൂഷയിൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, പലരും പ്രാർത്ഥിക്കാനായിട്ട് വരുമ്പോൾ ഞങ്ങളോട് പങ്കുവയ്ക്കുന്നൊരു കാര്യം, പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ടാണ് കർത്താവ് കേൾക്കാത്തത്, കർത്താവ് ഉത്തരം തരാത്തത്. ഒരുപക്ഷെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലരുടെയും മനസ്സിലൂടെ കടന്നു പോകുന്ന ഒരു വേദനിപ്പിക്കുന്ന ഒരു അനുഭവമായിരിക്കും ഇത്. ഞാൻ ഇത്രയും നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട്, ഞാൻ ഇത്രയും തീഷ്ണതയോടെ പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ടാണ് എൻ്റെ ഈ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരാത്തത്? ഒരുപാട് പേരിത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വിഷയം ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഓർക്കണം, വചനത്തിലൂടെ കർത്താവ് വ്യക്തവും കൃത്യവുമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്ന ആരെങ്കിലും നിങ്ങളിലുണ്ടോ? അഥവാ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകണമെന്ന് ദുഷ്ടരായി നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി നന്മകൾ നൽകും, എത്രയോ അധികമായി പരിശുദ്ധാത്മാവിന് നൽകും. വചനത്തിലൊക്കെ നമ്മളിത് കാണുന്നതാണ്. വീണ്ടും ദൈവസ്നേഹത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ കരുതലിനെക്കുറിച്ച് വചനത്തിലുടനീളം നമ്മൾ വായിക്കുന്നുണ്ട്. എങ്കിലും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു കാര്യമാണ്, ഉത്തരം ലഭിക്കുന്നില്ല എന്ന് തോന്നുന്ന അർത്ഥനകളും പ്രാർത്ഥനകളും. എന്താണ് ഇവയുടെ പിന്നിലെ ദൈവിക പദ്ധതി? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. ജെറമ്യ പ്രവചനം 29-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ കർത്താവ് വ്യക്തവും കൃത്യവുമായിട്ട് നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങളെക്കുറിച്ചുള്ളൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, അത് നിങ്ങളുടെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം വ്യക്തമായിട്ട് പറയുകയാണ്, ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കുക, നമ്മളുടെ ജീവിതത്തിൽ നാം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ ഈ ദൈവ പദ്ധതിയുടെ പൂർത്തീകരണത്തിലേക്ക് നമ്മെ നയിക്കുന്നതായിരിക്കണം എന്നതാണ് പ്രധാനം. ദൈവ പദ്ധതിക്ക് വിരുദ്ധമായി നാം സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ തിരസ്കൃതമാകുമെന്നതാണ് ഒന്നാമത്തെ കാര്യം. അങ്ങനെയുള്ള പദ്ധതികൾക്ക് ദൈവം തടസ്സം നിൽക്കും. മറ്റൊന്നിനുമല്ല, അത് നമ്മുടെ ജീവിതത്തിൽ ആത്യന്തിക നന്മയാവില്ല. അതുകൊണ്ടാണ്. ഉദാഹരണത്തിന്, ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ നോഹയുടെ പുത്രന്മാർ ജലപ്രളയം കഴിഞ്ഞ് അവരൊന്നിച്ചു ചേർന്ന് ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. തീരുമാനം മറ്റൊന്നുമല്ല, നാം ഈ ഭൂമുഖത്താകെ ചിതറിപ്പോകാതിരിക്കാൻ വേണ്ടി നമുക്കൊരു വലിയ നഗരവും ആകാശം മുട്ടുന്ന ഒരു ഗോപുരവും ഉണ്ടാക്കാം. അവർ പ്ലാൻ ചെയ്തു. ആ പ്ലാൻ അനുസരിച്ച് അവരെല്ലാം പണിതുയർത്തിക്കൊണ്ടിരിക്കുകയാണ്. വചനത്തിൽ നമ്മളിങ്ങനെ കാണും, മനുഷ്യനുണ്ടാക്കിയ ഈ പട്ടണവും ഈ ഗോപുരവും കാണാൻ കർത്താവ് ഇറങ്ങി വന്നു. എന്നിട്ട് അവിടുന്ന് എന്ത് ചെയ്തു? അവിടുന്ന് പറഞ്ഞു, ഇവരുടെ ഭാഷ നമുക്ക് ഭിന്നിപ്പിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബാബേൽ ഗോപുരത്തിന് എതിരായിട്ട് കർത്താവ് നിൽക്കുകയാണ്. ഇവിടെ ഈ മനുഷ്യൻ വിഭാവനം ചെയ്ത പദ്ധതിക്ക് എതിരായിട്ട് കർത്താവ് നിലകൊള്ളുകയാണ്. എന്തുകൊണ്ടാണ്? ഗോപുരം ഉണ്ടാക്കുന്നത് നല്ലതല്ലേ? ഒരു പട്ടണം ഉണ്ടാക്കുന്നത് നല്ലതല്ലേ? ഒരുമിച്ച് ജീവിക്കുന്നത് നല്ലതല്ലേ? മാനുഷികമായി ചിന്തിച്ചാൽ ഇതെല്ലാം നല്ലതാണ്, ഇതെല്ലാം നല്ലതാണ്. പക്ഷേ ഇവിടെ ദൈവിക പദ്ധതിക്കെതിരായിട്ടായിരുന്നു ഇവരുടെ ഈ പ്ലാനും പദ്ധതിയും. കാരണം എന്താണ്? മനുഷ്യവംശത്തോടുള്ള ദൈവത്തിൻ്റെ ആദ്യത്തെ കൽപ്പന എന്താണ്? സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. അപ്പോൾ ഭൂമി മുഴുവൻ മനുഷ്യവംശം വർദ്ധിക്കണമെന്നും
പെരുകണമെന്നും അങ്ങനെ ഭൂമിയിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കണമെന്നും ദൈവം ആഗ്രഹിച്ചു. അതായിരുന്നു ദൈവപദ്ധതി. ഈ പദ്ധതിക്ക് വിരുദ്ധമായി അവരുടെ പരിമിതമായ അറിവിൽ, പരിമിതമായ ബുദ്ധിയിൽ അവരൊരുമിച്ച് താമസിക്കാൻ തീരുമാനിച്ചു. കർത്താവ് ആ പദ്ധതിക്ക് എതിര് നിൽക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് ആത്മശോധന ചെയ്യുക. ചിലപ്പോഴെങ്കിലും ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചിലപ്പം ചില ജോലി, വിദേശ രാജ്യങ്ങളിലേക്കുള്ള ചില പോക്ക്, ചിലപ്പോൾ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. പക്ഷേ ഒന്നിന് പുറകെ ഒന്നായി തടസ്സങ്ങൾ വന്നുകൊണ്ടേയിരിക്കുക. മാറി മാറിപ്പോവുക. കിട്ടിയില്ല എന്ന് വരും, പക്ഷേ മാറിപ്പോവും. എന്തുകൊണ്ടാണ്? എവിടെയോ നാം കാണാത്ത ചില അപകടങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ആത്മരക്ഷയ്ക്ക് തടസ്സമാകുന്ന ചില പ്രതിസന്ധികൾ ഈ വഴിയിലുണ്ട്. നമുക്ക് അത് മനസ്സിലായിട്ടില്ല. സ്നേഹിക്കുന്ന ദൈവത്തിന് അതറിയാം. നമ്മെക്കുറിച്ചുള്ള അവിടുത്തെ പദ്ധതി പൂർത്തിയാകുവാൻ ഈ കാര്യം തടസ്സമാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ കർത്താവ് അതിനെ ബ്ലോക്ക് ചെയ്യും. അതുകൊണ്ടാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 1-ാം തിരുവചനം പറഞ്ഞു വയ്ക്കുക, മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതത്രേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി രണ്ടാമത് മറ്റൊരു തലം, അത് നാം സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടില്ല. ചിലതൊക്കെ വളരെ കാലങ്ങളെടുത്തായിരിക്കാം നമ്മൾ ഇന്ന് സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുക. ഉദാഹരണമായിട്ട് വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. ലാസർ എന്ന് പേരായ ഒരു മനുഷ്യൻ രോഗബാധിതനായി. ഈ ലാസറിൻ്റെയും കുടുംബത്തിൻ്റെയും പ്രത്യേകത എന്താ? ലാസറും മർത്തായും മറിയവും ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുടുംബമാണ്. ഈശോ അവരെ സ്നേഹിച്ചിരുന്നു. രോഗബാധിതനായി കഴിഞ്ഞപ്പോൾ ഈ സഹോദരിമാർ ഈശോയുടെ അടുത്തേക്ക് ആളയച്ചു. ഇതാ, നീ സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം പറഞ്ഞു വയ്ക്കുകയാണ്, ലാസർ രോഗിയാണെന്നറിഞ്ഞിട്ടും ഈശോ താൻ താമസിച്ചിരുന്ന സ്ഥലത്ത് തന്നെ 2 ദിവസം കൂടി താമസിച്ചു. അതായത് രോഗിയാണെന്ന് അറിഞ്ഞ് ഉടനെ ഓടി ചെല്ലുകയല്ല. ഈശോ അവിടെ വെയിറ്റ് ചെയ്യുക. നമ്മളാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്താ? സ്വാഭാവികമായിട്ടും ഈ സഹോദരിമാരും പ്രതീക്ഷിച്ചത് അത് തന്നെയായിരുന്നു. മറ്റൊന്നുമല്ല, ലാസർ രോഗിയാണെന്ന് അറിഞ്ഞു, ഈശോ രോഗശാന്തി നൽകുന്ന വ്യക്തിയാണ്, ഈശോ അന്നേരം വരും, ഉടനെ ഈശോ വരും. ഈ പ്രതീക്ഷയിലായിരിക്കും ഒരുപക്ഷെ ഈ സഹോദരിമാർ ഈശോയുടെ അടുത്തേക്ക് ആളയച്ചത്. പക്ഷേ വചനം പറയുകയാണ്, ലാസർ രോഗിയാണെന്നറിഞ്ഞിട്ടും ഈശോ അവിടെ തന്നെ 2 ദിവസം കൂടി താമസിച്ചു. അതിനുശേഷമാണ് ഈശോ ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് ഈ ലാസറിൻ്റെ ഭവനത്തിലേക്ക് ചെല്ലുക. അവിടെ ചെല്ലുമ്പോൾ എന്താണ് സംഭവം? ലാസർ മരിച്ചു 4 ദിവസം കഴിഞ്ഞു. നോക്കുക, ആ കുടുംബത്തിനുണ്ടായ അസ്വസ്ഥതയും വേദനയും ദുഃഖവും. അവരിങ്ങനെ ചിന്തിക്കുന്നുണ്ടാകും, ഈശോ ഇത്രമാത്രം ഞങ്ങളെ സ്നേഹിച്ചിട്ട് ഞങ്ങളുടെ ആവശ്യം നേരത്തെ അവൻ വന്നില്ല, ഞങ്ങൾ അറിയിച്ചിട്ടും അവൻ സമയത്ത് വന്നില്ല. വന്നിരുന്നു എങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. അത് ഈ സഹോദരിമാർ ഈശോയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്, കർത്താവേ, അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ഇവരിത് ആവർത്തിച്ച് പറയുന്നുണ്ട്, 2 പേരും പറയുന്നുണ്ട്. മാത്രമല്ല, മറിയം ഈശോ വന്നു എന്നറിഞ്ഞിട്ടും മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. കാരണം എന്താ? ഒരു പിണക്കത്തിൻ്റെ ഒരു ഭാവമാണത്. കാരണം എന്താ? സമയത്ത് നീ വന്നില്ലല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ഇതേ മനോഭാവങ്ങളിലൂടെ ഒരു പരിധിവരെ നമ്മളെല്ലാം കടന്നു പോകാറുണ്ട്. കർത്താവേ, ഇത്രയും പ്രാർത്ഥിച്ചിട്ടും നീ കേൾക്കുന്നില്ലല്ലോ. പക്ഷേ എന്തുകൊണ്ടാണ് ഈശോ വെയിറ്റ് ചെയ്യാൻ അവരോട് ആവശ്യപ്പെട്ടത്? അഥവാ ഈശോ ഈ പ്രാർത്ഥനയ്ക്ക് ഉടനടി ഉത്തരം കൊടുക്കാത്തത്? അതായത് നമ്മളിങ്ങനെ മനസ്സിലാക്കുക, നാം സമർപ്പിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരത്തിന് കാലതാമസമെടുക്കുന്നുവെങ്കിൽ അതിനനുസരിച്ച് ലഭിക്കുന്ന ഉത്തരം ഉന്നതമായിരിക്കും. വ്യക്തമാക്കാം. ലാസർ രോഗിയാണെന്നറിഞ്ഞു,
ഈ സഹോദരിമാർ ഈശോയുടെ അടുത്തേക്ക് ആളയച്ചു. ഉടനെ തന്നെ ഈശോ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈശോ രോഗശാന്തി നൽകി ഈ ലാസറിനെ എഴുന്നേൽപ്പിച്ചു വിടും. അതേസമയം മരിച്ച് 4 ദിവസം കഴിഞ്ഞ് ഈശോ വന്നപ്പോഴോ, ഈ അടയ്ക്കപ്പെട്ട കല്ലറയിൽ നിന്ന് മരിച്ച് 4 ദിവസം കഴിഞ്ഞ ലാസറിനെ അവൻ വിളിച്ച് എഴുന്നേൽപ്പിച്ചു. ഒന്നാമത്തേതിൽ ഒരു രോഗശാന്തി മാത്രമായിരിക്കും, ഇവിടെ ഒരു ഉദ്ധാന അനുഭവമാണത്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഈശോ വെയിറ്റ് ചെയ്തത്? മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല. വെറും ഒരു രോഗശാന്തി കൊണ്ട് നിന്നെ തൃപ്തിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിന്റെ ജീവിതത്തിൽ ഒരു ഉദ്ധാന അനുഭവം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈശോ ഉള്ളിൽ അവരോട് പറഞ്ഞു, വെയിറ്റ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാലതാമസങ്ങളൊക്കെ ഉന്നതമായ ദൈവീക വെളിപ്പെടുത്തലിന് വേണ്ടി ദൈവം ഒരുക്കുന്ന സമയമാണ്. കാലതാമസങ്ങളൊക്കെ ഉന്നതമായ ദൈവീക വെളിപ്പെടുത്തലിന് വേണ്ടി ദൈവം ഒരുക്കുന്ന സമയങ്ങളാണ്. ഇത് വചനത്തിലുടനീളം നമ്മൾ കാണുന്നുണ്ട്. വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളൊക്കെ ഇങ്ങനെ കാത്തിരുന്ന് പ്രാപിച്ചവരുടെ ചരിത്രമാണ് നാം കാണുക. അബ്രാഹാം, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1-2 തിരുവചനങ്ങൾ നമ്മൾ വായിക്കും. ദൈവം അബ്രാഹത്തോട് പറഞ്ഞു, നീ നിന്റെ ദേശത്തെയും പിതൃഗൃഹത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോവുക. അവിടെ ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. ഞാൻ നിന്നെ അനുഗ്രഹിക്കും. നിന്നിലൂടെ ഭൂമുഖത്തെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ദൈവം വാഗ്ദാനം ചെയ്യുക. ദൈവം അബ്രാഹത്തെ വിളിക്കുമ്പം വാഗ്ദാനം ചെയ്താണ് അബ്രാഹത്തെ കൂട്ടിക്കൊണ്ടുപോവുക. പക്ഷേ ഈ വാഗ്ദാനം അബ്രാഹാം പ്രാപിച്ചത് എത്രയോ നാളുകൾക്ക് ശേഷമാണെന്ന് ചിന്തിക്കുക. നല്ല പ്രായത്തിൽ തൻ്റെ ദേശത്തെയും പിതൃഗ്രഹത്തെയും വിട്ടിറങ്ങിയ അബ്രാഹത്തിന് ഒരു കുഞ്ഞിനെ, അനേക ജനതകളുടെ പിതാവാകും എന്ന് ദൈവം ആരോട് വാഗ്ദാനം ചെയ്തോ ആ അബ്രാഹത്തിന് ഒരു കുഞ്ഞിനെ കിട്ടുന്നത് ഈ അബ്രാഹത്തിൻ്റെ വയസ്സാം കാലത്താണ്. പക്ഷേ വിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ കാത്തിരുന്ന് അനുഗ്രഹം പ്രാപിച്ച വിശ്വാസികളുടെ പിതാവായ അബ്രാഹാം വചനത്തിൽ നമ്മുടെ മുൻപിലുണ്ട്, നമുക്ക് മാതൃകയായിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാർത്ഥനകളെ, നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥനകളെ ദൈവത്തിൽ നിന്ന് നാം സ്വീകരിക്കേണ്ടത് കാത്തിരുന്ന വിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നമ്മിൽ പൂർത്തീകരിക്കപ്പെടുവാൻ വേണ്ടി കാത്തിരിക്കുക. അവിടെയാണ് ജീവിതം അനുഗ്രഹമായിട്ട് മാറുക. മാത്രമല്ല, ഇത് അബ്രാഹത്തിൻ്റെ മാത്രം ചരിത്രമല്ല, ബൈബിളിലുടനീളം യോവാക്കിം അന്ന ദമ്പതികൾ അവരുടെ വാർദ്ധക്യത്തിലാണ് ഒരു കുഞ്ഞിനെ അവർക്ക് ലഭിക്കുക. അനേക നാളുകളിലെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ലഭിച്ച കുഞ്ഞ്. ആ കുഞ്ഞാണ് ദൈവപുത്രൻ്റെ അമ്മയായ പരിശുദ്ധ കന്യാമറിയം. സക്കറിയ എലിസബത്ത് ദമ്പതികൾ അവരും അനേക വർഷങ്ങൾ നീണ്ട അവരുടെ പ്രാർത്ഥനയുടെ കാത്തിരിപ്പിൻ്റെ ഫലമായിട്ട്, ഈ കാത്തിരിപ്പിൻ്റെ ഒടുവിൽ അവർക്ക് ലഭിച്ച കുഞ്ഞാണ് ഈശോയുടെ മുന്നോടിയായി പ്രവാചകനായി കടന്നു ചെന്ന സ്നാപക യോഹന്നാൻ. കാത്തിരിപ്പിനെല്ലാം ഉന്നതമായ ദൈവീക വെളിപ്പെടുത്തലുണ്ട്. കാത്തിരിക്കാൻ കർത്താവ് പറയുന്നുവെങ്കിൽ കർത്താവ് ശക്തമായി നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം കാണുന്ന സ്വപ്നത്തെക്കാൾ ഉന്നതമായ സ്വപ്നം നമ്മെക്കുറിച്ച് കാണുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്ന സത്യം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് എഴുതി ചേർക്കാം. നാം കാണുന്ന സ്വപ്നത്തെക്കാൾ ഉന്നതമായൊരു സ്വപ്നം കാണുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഉദാഹരണത്തിന്, സെബദൈ പുത്രന്മാരുടെ അമ്മ തൻ്റെ പുത്രന്മാരോടുകൂടെ വന്ന് ഈശോയുടെ അടുക്കൽ നടത്തുന്ന ഒരു യാചന, ഒരു അഭ്യർത്ഥന മറ്റൊന്നുമല്ല, കർത്താവെ, അങ്ങ് രാജ്യം സ്ഥാപിക്കുമ്പോൾ എൻ്റെ ഈ 2 പുത്രന്മാർ അങ്ങയുടെ ഇടത്തും വലത്തും ഇരിക്കാൻ വരം കൊടുക്കണം. ഈശോ പറഞ്ഞു, നിങ്ങൾ ചോദിക്കുന്നത് എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയില്ല.
ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുമോ? അവർ പറഞ്ഞു, ഉവ്വ്, ഞങ്ങൾ കുടിക്കും. ഈശോ പറഞ്ഞു, കൊള്ളാം, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കും, പക്ഷേ എൻ്റെ ഇടതും വലതും ഇരിക്കാൻ വരം നൽകേണ്ടത് പിതാവാണ്. ഈശോ ഇവിടെ പറഞ്ഞു. പക്ഷേ ഇവർ ചോദിച്ചത് എന്താണ്? അവരുടെ പ്രതീക്ഷ എന്തായിരുന്നു? ഈശോ ഇസ്രായേലിൻ്റെ രാജ്യം പുനഃസ്ഥാപിക്കും. അതായത് ജെറുസലേമിൽ ദാവീദിൻ്റെ സിംഹാസനം അവൻ വീണ്ടും സ്ഥാപിക്കും. ഈശോ രാജാവാകും. ആ രാജാവാകുമ്പോൾ ഈശോയുടെ ഇടതും വലതും ഓരോ കസേര. അതാണ് അവർ പ്രതീക്ഷിച്ചത്. പക്ഷേ ഈശോ ശിഷ്യന്മാരോട് വാഗ്ദാനം ചെയ്തു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമ്പോൾ എന്നെ അനുഗമിച്ച് നിങ്ങൾ ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളെ വിധിച്ചുകൊണ്ട് സിംഹാസനങ്ങളിലിരിക്കും. വീണ്ടും വെളിപാട് ഗ്രന്ഥത്തിൽ നമ്മൾ കാണും, ദൈവത്തിൻ്റെ സിംഹാസനത്തിന് ചുറ്റും ഇരിക്കുന്ന 24 ശ്രേഷ്ഠന്മാർ. ഓർക്കുക, ഈ സെബദീപുത്രന്മാരുടെ അമ്മ ഈശോയോട് നിന്റെ ഇടതും വലത്തും ഇരിക്കാൻ ഇവർക്ക് അവസരം നൽകണമേ എന്ന് യാചിച്ചപ്പോൾ ഈ അമ്മ കണ്ട സ്വപ്നത്തെക്കാൾ എത്രയോ അനേകം മടങ്ങ് ഉന്നതമായൊരു സ്വപ്നമാണ് ഈ ശിഷ്യന്മാരെക്കുറിച്ച് ഈശോ കണ്ടത്, ദൈവം കണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിമിതമായ നമ്മുടെ ബുദ്ധിയിൽ ഒതുങ്ങുന്ന ഒരു സ്വപ്നത്തെക്കാൾ വലിയ സ്വപ്നം നമ്മുടെ കർത്താവിന് നമ്മെക്കുറിച്ചുണ്ട് എന്ന ബോധ്യമുണ്ടെങ്കിൽ, എന്ന സത്യം നമ്മുടെ ഹൃദയത്തിൽ എഴുതി ചേർക്കപ്പെടുന്നു എങ്കിൽ നമ്മൾ നിരാശരാവില്ല, നമ്മൾ അസ്വസ്ഥരാകില്ല. കർത്താവെ, നിൻ്റെ ഇഷ്ടം, നിൻ്റെ പദ്ധതി എന്നിൽ പൂർത്തിയാകട്ടെ എന്ന് പറഞ്ഞ് സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് യെശയ്യാ പ്രവചനം 55-ാം അധ്യായം 8ഉം 9ഉം തിരുവചനങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുക, നിങ്ങളുടെ ചിന്തകൾ എൻ്റേതുപോലെയല്ല, എൻ്റെ വഴികൾ നിങ്ങളുടേതുപോലെയുമല്ല. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എൻ്റെ ചിന്തകളും വഴികളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നിരാശപ്പെടാതെ വിശ്വാസത്തോടെ കർത്താവിൻ്റെ അനന്ത സ്നേഹത്തിലും നന്മയിലും ആശ്രയിച്ചുകൊണ്ട് പരിപൂർണമായിട്ട് അടിയറവ് വെച്ച് പ്രാർത്ഥിക്കുക. കർത്താവെ, എൻ്റെ സ്വപ്നം ഇത്രയൊക്കെയാണ്, എൻ്റെ ആഗ്രഹം ഇത്രയൊക്കെയാണ്, പക്ഷേ ഇതിനേക്കാൾ ഉന്നതമായി എന്നെക്കുറിച്ച് സ്വപ്നം കാണുന്ന അങ്ങയുടെ പദ്ധതിയിലേക്ക് എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. അവിടെ ദൈവമഹത്വം നമ്മളിൽ വെളിപ്പെടും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കണക്കുകൂട്ടലുകൾ തെറ്റുന്നിടത്താണ് തെറ്റാത്ത ദൈവത്തിൻ്റെ കണക്കുകൾ നമ്മളിൽ പ്രാവർത്തികമാവുക. നമ്മുടെ പദ്ധതികൾ തകിടം മറിയുന്നിടത്താണ് ദൈവത്തിൻ്റെ പദ്ധതികൾ, ദൈവത്തിൻ്റെ തിരുവിഷ്ടം നമ്മിൽ പൂർത്തിയാകാൻ തുടങ്ങുന്നത്, നമ്മളിൽ നിറവേറാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് പരിപൂർണമായിട്ടും നമ്മെ കർത്താവിന് ഫലമേൽപ്പിക്കുക. ഇനി മൂന്നാമത് ഒരു തലം കൂടി നമുക്ക് ചിന്തിക്കാം. അത് മറ്റൊന്നുമല്ല, ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനകളുടെ നേരെ കർത്താവ് കണ്ണടയ്ക്കുന്നതായിട്ട് നമുക്ക് തോന്നും. എത്ര പ്രാർത്ഥിച്ചിട്ടും കർത്താവ് ഒരു അല്പം പോലും കാരുണ്യം കാണിക്കാത്തതായി, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് മുഖം തിരിച്ചു നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും. ഈശോയുടെ ജീവിതത്തിൻ്റെ ഒരനുഭവമാണത്. അതായത് ഗത്സമൻ തോട്ടത്തിൽ ഈശോ പ്രാർത്ഥനാനിരതനായിരുന്നപ്പോൾ, അതുപോലെ തീഷ്ണതയോടെ ഈശോ പ്രാർത്ഥിച്ച സമയത്തും പിതാവ് ഒരു വാക്കുപോലും പറയാതെ നിശബ്ദത പാലിച്ചൊരു സമയമാണത്. ഓർക്കുക, അത് മനുഷ്യരക്ഷയുടെ ഏറ്റവും സുപ്രധാന മണിക്കൂറുകളായിരുന്നു. ഏറ്റവും സുപ്രധാന മണിക്കൂറുകളായിരുന്നു. അതുകൊണ്ട് അവിടെ പിതാവ് നിശബ്ദത പാലിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ഈശോയെ കരങ്ങളിൽ സമ്മഹിക്കുകയായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ചില സന്ദർഭങ്ങൾ ഒരുപക്ഷെ അങ്ങനെ ഉണ്ടാകാം. ഓർക്കുക, അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തതുപോലെ വരണ്ട അനുഭവത്തിലൂടെ നാം കടന്നു പോകുന്നെങ്കിൽ ഓർക്കുക, രക്ഷയുടെ സുപ്രധാന മണിക്കൂറിലേക്ക്, അതായത് ഈശോയുടെ പീഡാനുഭവ മണിക്കൂറുകളിലേക്ക് കർത്താവ് നമ്മെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നു, ചേർത്ത് പിടിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം.
സമർപ്പിക്കാം. പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട്. എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരമുണ്ട്. ഉത്തരം ലഭിക്കാത്ത ഒരു പ്രാർത്ഥനയില്ല. ഈ ഉത്തരം എന്ന് പറയുന്നത് നാം ആഗ്രഹിക്കുന്നത് പോലെ ആകണമെന്ന് വാശി പിടിക്കാതെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ അനന്തജ്ഞാനത്തിൽ എനിക്ക് അനുയോജ്യമായതാകട്ടെ എന്ന് ആഗ്രഹിച്ച് സമർപ്പിക്കാം. അവിടെ കൃപ ജ്വലിക്കും. അവിടെ ജീവിതം സ്വസ്ഥമായിരിക്കും, സമാധാനപൂർണ്ണമായിരിക്കും. അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോ സമൃദ്ധിയോടെ നമ്മളിലേക്ക് കൃപാവരം ചൊരിയട്ടെ. ആമേൻ. ആരാധന 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 ആരാധന. വിളിച്ചാൽ വിളി കേൾക്കുന്ന കർത്താവിനെ ആരാധിച്ച് പാടാം. ആരാധന എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം നൽകുന്ന ആരാധന. ജീവിതത്തെ പൂർണ്ണമായിട്ട് ഫലമേൽപ്പിച്ചു ആരാധന ആരാധന. വ്യവസ്ഥകളിലാത്ത സ്നേഹത്തെ ആരാധിച്ചുകൊണ്ട് ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. സകല സ്വർഗ്ഗവാസികളോടും മാലാഖമാരോടും ചേർന്ന് ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ടും വിട്ടുകൊടുത്തുകൊണ്ട് നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് കൃപ നിറയുവാൻ വേണ്ടി ആഗ്രഹിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം നൽകുന്ന, നമ്മേക്കാൾ മനോഹരമായി നമ്മെക്കുറിച്ച് സ്വപ്നം കാണുന്ന കർത്താവിൻ്റെ അനന്ത സ്നേഹത്തിലേക്കും കൃപയിലേക്കും നമ്മളെ സമർപ്പിച്ചുകൊണ്ട് പൂർണ്ണമായിട്ട് അടിയറ വെച്ചുകൊണ്ട് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ലോകം മുഴുവനുള്ള എല്ലാ മക്കളിലേക്കും പ്രത്യേകമായിട്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളിലേക്കും ദൈവിക കൃപയുടെ അഭിഷേകം നിറയുവാൻ ആഗ്രഹിക്കാം. നമ്മുടെ ജീവിതത്തിന്റെ ദുഃഖങ്ങളും വേദനകളും കർത്താവ് ഏറ്റെടുക്കുവാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കാം. പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന കർത്താവ് തൻ്റെ തിരുഹൃദയത്തിലേക്ക് നമ്മെ ചേർത്ത് പിടിക്കുമ്പോൾ ആ തിരുഹൃദയ സ്നേഹത്താൽ നിറയുവാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. പരിശുദ്ധ കുർബാനയായി കൂടെ വസിക്കുന്ന ഈശോ നമ്മെ സ്നേഹപൂർവ്വം ആശീർവദിക്കുമ്പോൾ ആ കൃപാവരങ്ങൾ മുഴുവൻ നമ്മളിലേക്ക് നിറയുവാൻ, ആ സ്നേഹം മുഴുവൻ നമ്മളിലേക്ക് നിറയുവാൻ ദാഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതികളുടെ ആരവത്തോടെ ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.